നമസ്കാരം. ഞാൻ രേണു. ഞാൻ ചെയ്യാൻ പോണത് ഒരു മലേഷ്യൻ വിഭവമാണ്. പിന്നെ എൻ്റെ പേര് നാസിലാമ്മ. ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു നെത്തോലി സമ്പലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് റൈസ്, ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിന്നിവിടെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചരിയിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനനുസരിച്ചിട്ട് 5-5.5 കപ്പ് തേങ്ങാപ്പാലിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു തുണ്ട് പട്ടയും, ഇത് 4 കൂടെയാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെച്ചിട്ട് നെയ്യോ എണ്ണയോ ഓയിലോ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചിവിടെ ഗീ ഇടാൻ പോവാണേ. ഗീ ഇട്ട് അത് മെൽട്ടാവുമ്പോൾ നമുക്ക് ഇഞ്ചിയും പട്ടയും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 പീസ് പട്ട, കുറച്ച് ചതച്ച് വെച്ചില്ലേ ആ ഇഞ്ചി ഇടുക. ഇതൊന്ന് സോട്ടാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ അളന്ന് വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒന്ന് ചൂടായി തിളയ്ക്കുമ്പോൾ റൈസ് ഇടുക, കഴുകി വെച്ച റൈസ് ഇടുക. പാല് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച റൈസ് നമ്മൾ വയ്ക്കുക. അത് വറ്റിച്ചെടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, പഞ്ചസാര ഇടുക. ഇതിന് വേണ്ട ഉപ്പും ഇടുക. ഓക്കെ, ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് ഷുഗർ. കുറച്ച് ടേസ്റ്റ്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി നമ്മൾ വേവിച്ചെടുക്കുക. ഓരോരുത്തർക്കും ഓരോ വേവിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കുക. നെത്തോലി സമ്പലാണ് നമ്മൾ അതിന് കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത് കേട്ടോ, ചോറിന്. അപ്പോൾ നെത്തോലി ആദ്യം ഒന്നെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ നെത്തോലി കേട്ടോ, ഡ്രൈ ഫിഷ് വേണം എടുക്കാൻ. അത് കുറച്ച് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ നന്നായി ക്ലീൻ ചെയ്തിട്ട് ചുമ്മാ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അരയ്ക്കാൻ, അതിന് കുറച്ച് കൂട്ടുകൾ അരയ്ക്കാനുണ്ട്. നമ്മൾ വെള്ളമില്ലേ, പിന്നെ ചുടുവെള്ളത്തിൽ കുറച്ച് ഈ ഡ്രൈ ചില്ലി ഇട്ട് വെക്കുക, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച്, അത് ആവശ്യത്തിന്, ഒരു സബോള അല്ലെങ്കിൽ ഒരു 1.5 സബോള, ഒരു തക്കാളി, കുറച്ച് എന്താ പറയുക, കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അരയാനും പാടില്ല, ഒരുപാട് ഇതാവാൻ പാടില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇത്. ഓക്കെ, അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ വയ്ക്കുക. നമ്മൾ വറുത്തെടുത്തില്ലേ, ആ വറുത്തെടുത്ത എണ്ണ തന്നെ ഇതിലൊഴിക്കുക. എന്നിട്ട് ഒരു സബോള ചെറുതായി അരിഞ്ഞിട്ട് അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചില്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് എണ്ണ തെളിഞ്ഞിങ്ങനെ വരണം. ഓക്കെ, ആ പച്ചമണമൊക്കെ പോകണം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ പച്ചമണം പോണ വരെ നമ്മൾ ഉള്ളി ഒന്ന് ആയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഇതിലിട്ടിട്ട് നന്നായി ഇനി വതക്കി നല്ല ബ്രൗൺ കളറാവണം. നല്ല ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ. എന്നിട്ട് വേണം നെത്തോലി ഇടാനതിൽ. ഓക്കെ, ആയിട്ട് ആ പച്ചമണമൊക്കെ പോകണം. എന്നിട്ട് നമ്മൾ കുറച്ച് കളറിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. കാശ്മീരി ചില്ലി ഇതുണ്ട്, കളറുണ്ട് ഇതിൽ, അതും കുറച്ച് വേണമെങ്കിൽ ഇടാം.
അതൊന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പിന്നെ ഒരു കാര്യം, ഈ തക്കാളി ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പുളി ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ പുളി. നമുക്കിവിടെ ഇത്തിരി കുറച്ച് കുറവ് പോലെ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നമ്മുടെ പുളിയില്ലേ, ആ പുളി ഒന്ന് കലക്കിയിട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പുളി വേണ്ടവർക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച നെത്തോലി ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഉപ്പും കുറവുണ്ട്. ഒന്ന് ടേസ്റ്റിന് കുറച്ച് ഷുഗറും ആഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് കുറച്ച് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഒന്ന് ഒരു ഗ്രേവി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. എല്ലാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അതാണ് നെത്തോലി സമ്പൽ. ഇങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കുക. പിന്നെ ഇതാണ് നെത്തോലി സമ്പൽ. മുട്ട ഒരെണ്ണം പുഴുങ്ങി ഇങ്ങനെ വെക്കുക. ഇനി ഇതിൽ കൂടെ കുക്കുംബർ വെക്കാം. നമുക്ക് സ്ലൈസായിട്ട് കുക്കുംബറും നിലക്കടലയില്ലേ അതും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒറിജിനൽ നാസിലാമക്ക്. ഒറിജിനൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you.